ഏറ്റവും പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് സംസ്ഥാനത്ത് ഒരുപാട് അട്ടിമറികൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ജയിക്കും എന്ന് പ്രതീക്ഷിച്ച പല മണ്ഡലങ്ങളിലും വൻ തോൽവിയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിലുള്ള കാര്യമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ നന്ദകുമാറിന്റെ ചാനലിൽ വളരെ വിശദമായി തന്നെ അദ്ദേഹം ഓരോ ജില്ലയിലും എത്ര സീറ്റുകളാണ് UDF ലഭിക്കാൻ പോകുന്നത്, എത്ര സീറ്റുകൾ BJPക്ക്, എത്ര സീറ്റുകൾ LDF എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ചിത്രം എന്ന് പറഞ്ഞാൽ ഒരു ഇന്റലിജൻസ് നൽകുന്ന സൂചന അദ്ദേഹം നൽകിയിരുന്നു. അതനുസരിച്ച് കാസർഗോഡ് 5 മണ്ഡലങ്ങളിൽ 3 എണ്ണത്തില്, കണ്ണൂരിൽ 11 മണ്ഡലങ്ങളിൽ 5-ല്, വയനാട്ടില് 3-ൽ 3-ഉം, കോഴിക്കോട് 13 മണ്ഡലങ്ങളിൽ 11 മലപ്പുറത്ത് 16-ൽ 14, പാലക്കാട് 12-ൽ 5, തൃശ്ശൂരിൽ 13 മണ്ഡലങ്ങളിൽ 7 എണ്ണത്തിൽ, എറണാകുളത്ത് 14-ൽ 14, ഇടുക്കിയിൽ 5-ൽ 5, കോട്ടയത്ത് 9-ൽ 9, പത്തനംതിട്ടയിൽ 5-ൽ 5, ആലപ്പുഴയിൽ 9-ൽ 6, കൊല്ലത്ത് 11-ൽ 6, തിരുവനന്തപുരത്ത് 14-ൽ 6. അങ്ങനെ 99 മണ്ഡലങ്ങളിൽ UDF മേധാവിത്വം എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ബാക്കിയുള്ള 99 കഴിഞ്ഞാൽ പിന്നെ 41 മണ്ഡലങ്ങൾ. ഈ 41 മണ്ഡലങ്ങളിൽ BJPയും LDFും എത്ര സീറ്റുകൾ പങ്കിടാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് വളരെ ആകാംക്ഷയോടെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം മുൻ തെരഞ്ഞെടുപ്പുകളെ പോലെ ഒന്നും അല്ല ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് വളരെ കൃത്യമായി രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. കാരണം മുമ്പൊക്കെ ആണെങ്കിൽ LDF കഴിഞ്ഞാൽ പിന്നെ UDF, പിന്നെ അങ്ങോട്ട് ചിന്തിക്കാനില്ല. LDF അല്ലെങ്കിൽ UDF അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന ആ ലളിത സമവാക്യം മാറുകയും BJP ഇത്തവണ നല്ല രീതിയിൽ വോട്ട് പിടിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ കരുതുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഈ 41 സീറ്റിൽ ഏതാണ്ട് ഒരു പകുതി സീറ്റിൽ തന്നെയെങ്കിലും യഥാർത്ഥത്തിൽ ഏറ്റവും കൃത്യമായി നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നത് ഒരു 8 സീറ്റിലാണ്. ഒരു 8 സീറ്റിൽ എന്തായാലും BJP വിജയിക്കുമെന്നും അവരുടെ വിജയം ഒരു 20 സീറ്റ് വരെ അല്ലെങ്കിൽ 22-ലേക്കൊക്കെ വർദ്ധിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്ന സൂചന. എന്ന് പറഞ്ഞാൽ LDF തകർന്നടിയും. കാരണം ഇതൊരു പക്ഷേ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. കാരണം എന്താണെന്നറിയോ? കാരണം കഴിഞ്ഞ ഈ പ്രചാരണ കാലത്ത് മാത്രമല്ല അതിനു മുമ്പ് തന്നെ മുമ്പൊന്നും സംഭവിക്കാത്ത തരത്തിലുള്ള വൻ പ്രോപ്പഗണ്ട, അല്ലെ, സർക്കാരിന് അനുകൂലമായ വൻ പ്രോപ്പഗണ്ട ഇവിടെ അഴിച്ചുവിട്ടിരുന്നു. അത് മുമ്പൊന്നും ഇത്ര നമ്മൾ കാണാറില്ല. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് തന്നെ ഏതാണ്ട് 227 കോടി രൂപയുടെ പ്രചാരണമാണ് LDF, പ്രത്യേകിച്ച് CPM. LDF എന്ന് പറഞ്ഞാൽ അറിയാലോ, LDF എന്ന് പറഞ്ഞാൽ CPM ആണ്, CPM എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ്, അതിന്റെ അങ്ങേപ്പുറമൊന്നുമില്ല. അങ്ങനെ LDF അഴിച്ചുവിട്ടിരുന്നത്. ഇതില് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പാതയോരത്ത് മുഴുവനും കൂറ്റൻ ബോർഡുകൾ, കൂറ്റൻ ഹോർഡിങ്സുകൾ. ഇതിൽ മുഴുവനും പിണറായി വിജയന്റെ മുഖമാണ്. എന്തുകൊണ്ടാണ് LDF ഇത്രമാത്രം തകർന്നടിയുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് കേട്ടോ. ഒരു കാരണം എന്ന് പറയുന്നത് അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് CPM ഇതുവരെ സമ്മതിച്ചിട്ടില്ല. CPMന്റെ പ്രചാരണങ്ങളിൽ മുഴുവൻ പറയുന്നത് ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം കൃത്യമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. കാരണം നമ്മൾ പുറത്തിറങ്ങി നമ്മൾ സംസാരിച്ചാൽ, ജനങ്ങളോട് സംസാരിച്ചാൽ അവർ പറയും ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, അതിനങ്ങപ്പുറത്തേക്ക് അതിശക്തമായ പിണറായി വിരുദ്ധ വികാരവും ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും പ്രധാനം. ഈ പിണറായി വിരുദ്ധ വികാരം ആളിക്കത്തിക്കുകയാണ് ഈ എന്താ പറയാ പിണറായിയുടെ മുഖം വെച്ചുള്ള ഈ നാട് നീളെയുള്ള ഈ വലിയ കൂറ്റൻ ഹോർഡിങ്സ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പിണറായിയുടെ മുഖം വെച്ചല്ല ഈ ഒരു പ്രചാരണം നടത്തിയിരുന്നതെങ്കിൽ
CPM-ന്റെ സ്ഥിതി ഇത്രമാത്രം ദയനീയമാവുമായിരുന്നില്ല. ഇതല്ല, ഇത് പിണറായി. കാരണം ഈ മനുഷ്യനോടുള്ള അവജ്ഞയുണ്ടല്ലോ, ഈ മനുഷ്യനോടുള്ള അറപ്പ്, വിദ്വേഷമുണ്ടല്ലോ, അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ, പ്രചാരണത്തിൽ ഇത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത്രമാത്രം ആൾക്കാരുടെ ഉള്ളിൽ ഈ പാർട്ടിയോട് തന്നെയുള്ള വെറുപ്പാണ് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ CPM-ലെ നല്ലൊരു വിഭാഗം ഇപ്രാവശ്യം അവരുടെ വോട്ട് ഒന്നുകിൽ UDF-ന് അല്ലെങ്കിൽ BJP-ക്ക്, അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികൾക്ക്, അവർക്ക് മനസ്സിനിണങ്ങിയ സ്ഥാനാർത്ഥികൾക്ക് ആ വോട്ട് പോകുമെന്നുള്ളത് ഉറപ്പാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, മുൻകാലത്തൊന്നും നമ്മൾ കാണാത്ത തരത്തിൽ CPM എന്ന പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ, അല്ലേ, MLA-മാർ ഉൾപ്പെടെ അവരുടെ സമുന്നതരായ നേതാക്കൾ, CPM-ന്റെ മാത്രമല്ല LDF-ലെ സമുന്നതരായ നേതാക്കൾ ഇത്തവണ പാർട്ടിയോട് കലഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ പോക്ക് ശരിയല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവര് കുറെ പേര് UDF-ല്, കുറെ പേര് BJP-ല് ഒക്കെ ചേർന്ന് കഴിഞ്ഞു. നമുക്ക് എടുത്തു പറയാവുന്ന കുറച്ച് ഉദാഹരണങ്ങളാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് G. സുധാകരൻ തന്നെയാണ് കേട്ടോ. അമ്പലപ്പുഴയിൽ മത്സരിക്കുന്ന G. സുധാകരൻ UDF-ല് ചേർന്ന് കഴിഞ്ഞു. UDF-ന്റെ വളരെ വളരെ വൻ ഭൂരിപക്ഷത്തിൽ അമ്പലപ്പുഴയിൽ സുധാകരൻ ജയിക്കുമെന്നുള്ളതാണ് റിപ്പോർട്ട്. അത് കഴിഞ്ഞിട്ട് കണ്ണൂരിൽ പയ്യന്നൂരിൽ V. കുഞ്ഞികൃഷ്ണൻ, അതായത് രക്തസാക്ഷി ഫണ്ട് കൊള്ളയടിച്ച പാർട്ടിക്കെതിരെ V. കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ മത്സരിക്കുമ്പോൾ, ഇത് പയ്യന്നൂരിൽ മാത്രമല്ല ചലനം സൃഷ്ടിക്കുന്നത്. ഒരുപക്ഷെ V. കുഞ്ഞികൃഷ്ണന്റെ ആ പുസ്തകമുണ്ടല്ലോ, ഈ നേതൃത്വത്തെ തിരുത്തേണ്ടത് അണികളാണ് എന്ന് പറയുന്ന കുഞ്ഞികൃഷ്ണന്റെ പ്രഖ്യാപനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അലയടിക്കുകയാണ്. പിന്നീട് TK ഗോവിന്ദൻ, തളിപ്പറമ്പിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള മത്സരിക്കുന്ന തളിപ്പറമ്പിൽ. കാരണം ഈ ഒരു കുടുംബവാഴ്ചക്കെതിരെ, അല്ലെങ്കിൽ ഈ കുടുംബവാഴ്ച മാത്രമല്ല, CPM-നുള്ളിലുള്ള വിവിധങ്ങളായ നെറികേടുകൾക്കെതിരെയാണ് ഏറ്റവും കരുത്തനായ നേതാവ്, ഏറ്റവും എന്താ പറയുക, പ്രായ കൂടുതലുള്ള, അല്ലെ, ഏറ്റവും സീനിയറായ CPM നേതാവ് TK ഗോവിന്ദൻ കലഹിച്ച് പുറത്തേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരൊക്കെയാണ്? PK ശശിയുണ്ട്, പിന്നെ CPI-ലെ അജിത്ത് ഇങ്ങനെ പുറത്തേക്ക് വന്നു, എസ് രാജേന്ദ്രൻ അവിടെ നിന്ന് മാറി, VS-ന്റെ സന്തത സഹചാരിയായിരുന്ന സുരേഷ് മാറി. ഇങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ ഇത്രയും പേർ കൂട്ടത്തോടെ, ആയിഷാപ്പറ്റി, ഞാൻ വിട്ടുപോയ മറ്റു പേര്, ആയിഷാപ്പറ്റി, ഇവരൊക്കെ LDF പാളയത്തിൽ നിന്ന് നേരെ UDF-ലേക്കും BJP-യിലും ഒക്കെ വരികയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് പേരെടുത്ത് പറയാവുന്ന ഏറ്റവും സമുന്നതരായ ചുരുങ്ങിയത് 20 പേര് തന്നെയെങ്കിലും, ഒരു 20 മുൻ MLA-മാരും ഒക്കെ ആയ ഈ 20 പേര് തന്നെയെങ്കിലും CPM-ൽ നിന്ന് അല്ലെങ്കിൽ CPI-ൽ നിന്ന് മാറി ഈ എതിർപ്പാളയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം അണികൾ മാറും, അവിടെയാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേതാക്കന്മാർ ഇത്രമാത്രം മാറുകയാണെങ്കിൽ അണികൾ എത്രമാത്രമായിരിക്കും മാറുക? അണികളുടെ മാറ്റം നമുക്ക് ഈ 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം CPM-ലെ അണികൾ, കാരണം CPM-നോട് എല്ലാവർക്കും അവർക്ക് ദേഷ്യം പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ ധാർഷ്ട്യത്തോടാണ്. ഏറ്റവും അവസാനം നിങ്ങൾക്ക് അറിയാലോ, ഡാഷിന്റെ മോനെ, നമ്മളാകെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഒരു മുഖ്യമന്ത്രി, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ വിളിച്ച പേര് ഡാഷിന്റെ മോനെ എന്ന് പറഞ്ഞാൽ മലയാളികളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നായിന്റെ മോനെ എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടുത്തെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ വിളിക്കുമ്പോൾ ഈ മനുഷ്യനോടുള്ള അവജ്ഞ, ഈ മനുഷ്യനോടുള്ള പുച്ഛം, ഈ മനുഷ്യനോടുള്ള വെറുപ്പ്, ഇതൊക്കെയാണ് എന്താ പറയുക, LDF-ന് നഷ്ടമാകുന്ന വോട്ടുകൾ. ഇതെന്താണ് CPM-കാർ ഇപ്പോഴും തിരിച്ചറിയാത്തതെന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം കേട്ടോ. മറ്റൊന്ന്, M. സ്വരാജ്, എനിക്ക് തോന്നുന്നു CPM-ന്റെ ഒരു ചുരുങ്ങിയത് 10 സീറ്റുകൾ തന്നെയെങ്കിലും സ്വരാജിന്റെ പത്രസമ്മേളനം കൊണ്ട് നഷ്ടപ്പെടും കേട്ടോ. കാരണം സ്വരാജിന്റെ ഒക്കെ ശരീരഭാഷ ഒരു വൈരാഗ്യത്തിന്റെ, അല്ലെങ്കിൽ വൈരാഗ്യത്തിന്റെയും ഭീഷണിയുടെയും ഒക്കെ ഒരു മുഖമാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ്. ബോഡി ലാംഗ്വേജ് മാത്രമല്ല, ഇവരുടെ സംസാരം ഒക്കെ അതാണ്. ഇതൊക്കെ പാർട്ടിയോട് സ്നേഹമുള്ള ആൾക്കാരെ പോലും ഇത് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അട്ടിമറി സംഭവിക്കാൻ പോകുന്നു, ഇതുകൊണ്ടൊക്കെ അട്ടിമറിക്കാൻ സംഭവിക്കാൻ പോകുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്?
നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പിണറായി ഏറ്റവും അവസാനം അതായത് വോട്ട് ചെയ്യാൻ പോകുന്ന ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അവരുടെ മനസ്സിൽ ഏറ്റവും അവസാനത്തെ ചില സംഭവങ്ങളാണ്. ഏറ്റവും അവസാനത്തെ സംഭവം എന്ന് പറയുന്നത് പിണറായി വിജയൻ രേവന്ത് റെഡ്ഡിയെ നായിന്റെ മോനെ എന്ന് വിളിച്ചത് തന്നെയാണ്. അതിന് തൊട്ടു മുമ്പാണ് മാത്യു കുഴൽനാടൻ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അതായത് പ്രളയം അല്ലേ, പ്രളയമുണ്ടായത് വളരെ സ്വാഭാവികമായിട്ടായിരുന്നില്ല, ഇത് മനുഷ്യനിർമ്മിതമായിരുന്നു പ്രളയം എന്ന് പറഞ്ഞാൽ അഴിമതിക്ക് വേണ്ടി പിണറായി വിജയൻ സർക്കാർ അഴിമതി നടത്താൻ വേണ്ടി, കരിമണൽ ലോബിയെ സംരക്ഷിക്കാൻ വേണ്ടി, അതായത് ഷട്ടറുകൾ തുറക്കണം, കാലവർഷത്തിന്റെ ശക്തി കൂടുന്നു, ഈ അണക്കെട്ടുകൾ തുറക്കേണ്ടതാണ്, തുറന്ന് വെള്ളം വിടേണ്ടതാണ് എന്ന നിബന്ധന അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട ഒരാവശ്യം ഈ ഭരണവർഗം, പ്രത്യേകിച്ചും പിണറായി വിജയനോട് ഐക്യപ്പെടുന്ന മന്ത്രിമാർ ഉൾപ്പെടെയുള്ള മാത്യു ടി തോമസിനെതിരെയാണ് കൃഷ്ണൻകുട്ടി ആ രീതിയിലുള്ള ഒരു പരാമർശം നടത്തിയത്. കാരണം മാത്യു ടി തോമസ് പറഞ്ഞു അണക്കെട്ടുകൾ തുറക്കേണ്ട, കാരണം തുറന്നു കഴിഞ്ഞാൽ കരിമണൽ 300 കോടിയുടെ കരിമണൽ ഒഴുകി പോകുമത്രേ. അപ്പൊ 300 കോടിയുടെ കരിമണൽ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ 600ഓളം മനുഷ്യരെ കൊലപ്പെടുത്തിയ സർക്കാരാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. ആ പ്രളയത്തിൽ ഏതാണ്ട് 600ഓളം പേർക്കാണ് ജീവഹാനി ഉണ്ടായത്, കോടികളുടെ നഷ്ടം. ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ കരിമണൽ ലോബിയുടെ ഒരു 300 കോടിയുടെ കരിമണൽ ഒഴുകിപ്പോകും. അത് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് കോടികൾ ഭരണപക്ഷത്തുള്ള പലരുടെയും അക്കൗണ്ടിൽ എത്തിയത് കേട്ടോ. ഇതൊക്കെ ജനങ്ങൾ അറിയുകയാണ്. ഒരുപക്ഷെ മാത്യു കുഴൽനാടന്റെ വെളിപ്പെടുത്തൽ അത്രമാത്രം പ്രാധാന്യത്തോടെ പത്രങ്ങളൊന്നും പത്രങ്ങളുടെ മെയിൻ സ്റ്റോറിക്ക് ആയിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ വാർത്താ ചാനലുകളൊന്നും അതിന് അത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നില്ല കേട്ടോ. അതേസമയത്ത് സോഷ്യൽ മീഡിയ വളരെ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ ധരിപ്പിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം, മുഖ്യമന്ത്രിയുടെ അഹങ്കാരം അതിര് കടന്നു. മറ്റൊന്ന്, ഈ സർക്കാരിനെതിരായ പുതിയ വെളിപ്പെടുത്തലുകൾ. ഇതുകൊണ്ടൊക്കെ ഓരോ ദിവസവും CPM-ന് അല്ലെങ്കിൽ CPI-യുടെ ഒരു ഒരു ആത്മഹത്യ CPI ക്യാമ്പിൽപ്പെട്ട ഒരു അനുയായിയുടെ ആത്മഹത്യയും CPI വല്ലാതെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ വൻ തോൽവി, അത് കഴിഞ്ഞിട്ട് അതിനുശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, തൃക്കാക്കര മുതൽക്കുള്ള ഇങ്ങോട്ടേക്കുള്ള നിലമ്പൂർ വരെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ CPM-നുണ്ടായ വൻ തോൽവി, ഏറ്റവും അവസാനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ ഞെട്ടിപ്പിക്കുന്ന തോൽവി. അപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി, തുടർന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലെ തോൽവി, അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തോൽവി. അങ്ങനെ തോൽവികളുടെ ഒരു ഘോഷയാത്രയാണ്. ഇതിനൊക്കെ ശേഷം എന്താണ് CPM മാറിയത്? നമ്മൾ സാധാരണ തോറ്റു കഴിഞ്ഞാൽ നമ്മളൊരു പുനർവിചിന്തനം നടത്തും. എന്താണ് തോൽക്കാനുള്ള കാരണം എന്താണ്? ആ തോൽക്കാനുള്ള കാരണം മനസ്സിലാക്കിയിട്ട് തിരുത്തൽ നടത്തും. പക്ഷേ CPM-ന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽപ്പെട്ട ഒരു തിരുത്തലുണ്ടായിട്ടില്ല. അപ്പൊ അതിന്റെയൊക്കെ ഫലം എന്താണ്? എന്താണോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്, എന്താണോ ഉപതെരഞ്ഞെടുപ്പുകളിൽ സംഭവിച്ചത്, എന്താണോ ഏറ്റവും അവസാനത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്, അതിനേക്കാൾ രൂക്ഷമായ, അതിനേക്കാൾ അപമാനകരമായ ഒരു പരാജയത്തിലേക്കാണ് അല്ലെങ്കിൽ പതനത്തിലേക്കാണ് CPM കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ അട്ടിമറി സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇന്റലിജൻസ് ചൂണ്ടിക്കാണിക്കുന്ന ആദ്യത്തെ മണ്ഡലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടരുത്, ധർമ്മടം തന്നെയാണ്. കഴിഞ്ഞ തവണ ധർമ്മടത്ത് പിണറായി വിജയന്റെ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് എത്രയാണ്? 50,000 അല്ലേ? 50,123 കേട്ടോ. 50,123 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് പിണറായി വിജയന് 95,522 വോട്ടും എതിർ സ്ഥാനാർത്ഥിയായ C രഘുനാഥിന് 45,399 വോട്ടുമായിരുന്നു ലഭിച്ചത്. അന്ന് ബിജെപിക്ക് സ്വതവേ ദുർബലമായ മണ്ഡലമാണ്. ബിജെപിക്ക് 14,623 വോട്ടുകളുമാണ് കഴിഞ്ഞ തവണ ലഭിച്ചത്. കഴിഞ്ഞ തവണ SDPIയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. 2,250 വോട്ടുകൾ SDPIക്ക് കിട്ടും. മറ്റ് പ്രത്യേകത, ഇത്തവണ വർഗീയതയുടെ വിഷഞ്ചീറ്റിലാണ് CPM നടത്തിയത്. SDPI ഇപ്രാവശ്യം CPM-ന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പിന്തുണ ഒരു പരസ്യമായ പിന്തുണ, പക്ഷെ അവര് CPM-ന് തന്നെയാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് അവർ കൃത്യമായി അതൊരു കേഡർ പാർട്ടിയാണെന്ന് അറിയാലോ, അവരുടെ അണികൾക്ക് കൃത്യമായ സന്ദേശം കൊടുത്തിട്ടുണ്ട്. അവരുടെ വോട്ട് പോകുന്നത് CPM-ന് തന്നെയായിരിക്കും. അവര് ഏതാണ്ട് ഒരു 39 മണ്ഡലങ്ങളിൽ അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ
പിണറായി മത്സരിക്കുന്ന ധർമ്മടത്ത് സ്ഥാനാർത്ഥിയില്ല, മനുമോൻ മത്സരിക്കുന്ന ബേപ്പൂരിലും സ്ഥാനാർത്ഥിയില്ല. അവിടെ രണ്ടിടത്തും വളരെ കൃത്യമായിട്ട് തന്നെ SDPI CPM പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, കഴിഞ്ഞ തവണ 50,123 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പിണറായി വിജയൻ എവിടെ ജയിക്കുന്നത്, ധർമ്മടത്ത് ജയിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും 50,000 വോട്ടുകളൊക്കെ മറിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് അതിന് തൊട്ട് മുമ്പത്തെ വർഷമല്ല, മുമ്പത്തെ തവണ, അതായത് 2016 ധർമ്മടത്ത് CPM ഭൂരിപക്ഷം എന്ന് പറയുന്നത് 36,905 ആയിരുന്നു കേട്ടോ. 36,905. അതിനു മുമ്പ് 15,162 ആണ്. അതായത് 2011 ധർമ്മടത്ത് CPM ഭൂരിപക്ഷം 15,162. ഈ 15,162 എന്നുള്ളത് പിണറായി വിജയൻ 2016 മത്സരിച്ചപ്പോൾ അത് 36,905 ആയി. അതിനുശേഷം 2021 മത്സരിച്ചപ്പോഴാവട്ടെ അത് 50,123 ആയി. അതായത് നമുക്ക് ഒരു 15,000 ഭൂരിപക്ഷമൊക്കെ കണക്കാക്കി മതി. 15,000 എന്ന് പറഞ്ഞാൽ 3 തവണകൾക്ക് മുമ്പ് 15,000 ആയിരുന്നു അവിടുത്തെ ഭൂരിപക്ഷം. ഇപ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPM വലിയൊരു വിഭാഗം വോട്ട് മാറിക്കുത്തും. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം, പിണറായിയോടുള്ള ഈ പറയുന്ന വിദ്വേഷം, പിണറായിയുടെ അഹങ്കാരത്തോടുള്ള, ധാർഷ്ട്യത്തോടുള്ള. മറ്റൊന്ന്, എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷൻ പ്രചാരണവുമായി ബന്ധപ്പെട്ട് BJP ധർമ്മടത്ത് നടത്തിയ ഒരു അദാലത്തുണ്ടായിരുന്നു കേട്ടോ. ധർമ്മടം എന്തൊക്കെ പറഞ്ഞാൽ ഇളകാത്ത കോട്ടയാണ് എന്നാണ് നമ്മൾ പറയുക. G. സുധാകരൻ തന്നെ പറഞ്ഞു, അമ്പലപ്പുഴയിലെ G. സുധാകരൻ പിണറായി വിജയനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, പിണറായി വിജയൻ ധൈര്യം ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കട്ടെ. കാരണം ഈ ധർമ്മടം എന്ന് പറയുന്നത് ഇതുവരെ CPM തോൽക്കാത്ത മണ്ഡലമാണ് ധർമ്മടം. ഇതുവരെ CPM തോൽക്കിട്ടില്ല. അവിടെ ഏതൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാലും അവിടെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലമാണ് ധർമ്മടം എന്നാണ് G. സുധാകരൻ പറഞ്ഞത്. പക്ഷെ അമ്പലപ്പുഴ അങ്ങനെയല്ല. അമ്പലപ്പുഴയിൽ മാറിയും മറിഞ്ഞും ജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് താൻ മത്സരിക്കുന്നതെന്നായിരുന്നു സുധാകരൻ പറഞ്ഞത്. അപ്പം ഈ നിരന്തരം അല്ലെങ്കിൽ ഇതുവരെ CPM ജയിച്ച മണ്ഡലമായിരുന്നിട്ട് കൂടി ധർമ്മടത്ത് ഇത്തവണ സ്ഥിതിഗതികൾ എന്താ പറയാ, അത്യന്തം അത്ഭുതകരമായ ഒരു അട്ടിമറിയായിരിക്കും ധർമ്മടത്ത് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു സൂചന തന്നെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകുന്നത് എന്നാണ് നമ്മുടെ ക്രൈം നന്ദകുമാറിന്റെ ചാനൽ നമ്മളോട് പറയുന്നത്. ബേപ്പൂരിന്റെ കാര്യം പിന്നെ നേരത്തെ തന്നെ പലരും നിരീക്ഷിച്ചതാണ്. ആ ഒരു മണ്ഡലം കൂടി ഇന്റലിജൻസ് റിപ്പോർട്ടിലുണ്ട്. അതെന്തായാലും അവിടെ അതിഭീകരമായ തോൽവിയായിരിക്കും റിയാസിനുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് പരാജയങ്ങൾ, പ്രതീക്ഷിക്കാത്ത ഒരുപാട് വിജയങ്ങൾ. ഇപ്പൊ തിരുവല്ലയിൽ അനൂപ് ആന്റണി തിരുവല്ലയിൽ വൻ അട്ടിമറി വിജയം അനൂപ് ആന്റണി നേടിയേക്കും. കോഴിക്കോട് പല മണ്ഡലങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വിജയം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള അട്ടിമറി വിജയമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് സൂചന. ഏതായാലും നമുക്ക് അടുത്ത മാസം 4-ാം തീയതി വരെ, വോട്ടെണ്ണൽ വരെ കാത്തിരുന്നേ തീരൂ. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഒരു ഭാഗത്ത് പറയുന്നു, രാഷ്ട്രീയ നിരീക്ഷകരുടെ റിപ്പോർട്ടുകളുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇത്തരത്തിൽപ്പെട്ട കാഴ്ചപ്പാടുകളുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ജനങ്ങളുടെ മനസ്സ് എങ്ങനെയായിരിക്കും? ജനങ്ങൾ ഈ പറയുന്ന പ്രോപ്പഗണ്ട, ഇവിടെ എല്ലാം സുരക്ഷിതമാണ്, ഇവിടെ തേനും പാലും ഒഴുകുകയാണ്, ആ രീതിയിലുള്ള ഒരു ഗവൺമെന്റ് മെഷീനറി ഉപയോഗിച്ചുള്ള ഈ 2,227 കോടി രൂപയുടെ പരസ്യം, ഇത് ജനങ്ങൾ വിശ്വസിക്കുമോ? അതല്ല, അവർ വിശ്വസിക്കാൻ പോകുന്നത് തികഞ്ഞ യാഥാർത്ഥ്യങ്ങൾ, അവരുടെ ജീവിത ചെലവ് വർദ്ധിച്ചത്, വിലക്കയറ്റം. ഇത് ജനങ്ങൾ മറക്കുമോ? ഈ എന്താ പറയാ, കെട്ടിട നികുതി ഉൾപ്പെടെ, പെർമിറ്റ് ഫീസ് ഉൾപ്പെടെ 10 ഇരട്ടിയോളം വർദ്ധിപ്പിച്ച എന്ന് പറയാൻ നികുതി വർധനവ്. ഈ CPM മുമ്പ് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ പല കാര്യങ്ങളും നടപ്പാക്കാത്ത കാര്യം. ഏറ്റവും വലിയ രസം എന്താ പറയുക, തമാശ പ്രോഗ്രസ് കാർഡാണ്. അതായത് പിണറായി വിജയൻ പുറത്തുവിട്ട പ്രോഗ്രസ് കാർഡ് 97% മാർക്ക് കിട്ടിയ പ്രോഗ്രസ് റിപ്പോർട്ട്. സാധാരണ പഠിച്ച് പരീക്ഷ എഴുതി ഉള്ള വിദ്യാർത്ഥികളല്ല പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കുക. പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന അധ്യാപകരാണ്, അല്ലേ? കുട്ടികളല്ല അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കുക. കുട്ടികൾ പഠിക്കും, അത് കഴിഞ്ഞിട്ട് അവർ പരീക്ഷ എഴുതും, അവരുടെ
ആൻസർ പേപ്പർ വാല്യൂ ചെയ്യുന്നത് അധ്യാപകരാണ്. അത് കഴിഞ്ഞിട്ട് അധ്യാപകരാണ് അത് ടാബ്ലേറ്റ് ചെയ്ത് അതിനുശേഷം പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ഇവിടെ അതല്ല. ഇവിടെ പിണറായി വിജയൻ തന്നെയാണ് ഭരിക്കുന്നത്. പിണറായി വിജയൻ തന്നെയാണ് പറയുന്നത് ഭയങ്കര ഭരണം. അത് കഴിഞ്ഞിട്ട് പിണറായി വിജയൻ തന്നെയാണ് പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. എന്നിട്ട് പറയുന്നു ഞങ്ങളിതാ 97% മാർക്ക് ഞങ്ങൾക്ക്. ഇതിനേക്കാൾ വലിയ പൊട്ടത്തരം വേറെ ഉണ്ടോ? വേറൊരാൾ പറയും അവിടെയല്ലേ പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു പ്രവർത്തനം മികവ് എങ്ങനെയാണ് എന്നുള്ളത് മറ്റൊരു ഏജൻസി പറയണം. ഇത് ഏതുപോലെയാണെന്ന് പറഞ്ഞാൽ ഈ അതിദാരിദ്ര്യം നമ്മൾ നീക്കി എന്ന് പറയുന്നുണ്ട്. എത്രയാണ് 60,000 അല്ലേ? 60,000 ചില്ലാൻ അതിദരിദ്രരെ എന്താ പറയാ അതിദാരിദ്ര്യം ഇല്ലാതാക്കി. ഈ 60,006 അതിദരിദ്രരാണ് സംസ്ഥാനത്തുള്ളത്. ആരാ കണക്കാക്കിയത്? പിണറായി വിജയൻ. ഇവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കി ആരാ പറയുന്നത്? പിണറായി വിജയൻ. എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പറയുന്നു, പിണറായി വിജയൻ നടപ്പാക്കുന്നു, പിണറായി വിജയൻ. ഇതാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ CPM-ന് ഏറ്റവും വലിയ ആഘാതമുണ്ടാക്കാൻ പോകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി വിശകലനങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.